ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് തമിഴ്നാട്ടിൽ തന്നെ കൾച്ചറൽ ക്യാപിറ്റൽ എന്ന് അറിയപ്പെടുന്ന മധുരയിലാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണം മധുരൈ മീനാക്ഷി ക്ഷേത്രം തന്നെയാണ്. പക്ഷേ ഞാനിപ്പോൾ ആദ്യം പോകുന്നത് മധുരയുടെ തൊട്ടടുത്തുള്ള ആത്തൻകുടി ഗ്രാമത്തിലേക്കാണ്. ആ യാത്ര തുടങ്ങുന്ന മുമ്പ് മധുരയിൽ നിന്ന് ഒരു മധുരയ്ക്ക് കഴിച്ചിട്ട് നമുക്ക് യാത്ര തുടങ്ങാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷന് വെളിയിൽ ഇറങ്ങിയ ഉടനെ ഒരു സ്വീറ്റ് ഷോപ്പ് കണ്ടു. ഷോപ്പിന്റെ പേര് പ്രേമവിലാസ് തിരുനെൽവേലി ലാലാമിഠായി കടൈ. തിരുനെൽവേലിയിലെ എങ്ങനെ ഇരുട്ടുകടൈ ഹൽവ ഫേമസോ അതേപോലെ തന്നെ അത്രേ മധുരയിലെ പ്രേമവിലാസ് ഹൽവ ഫേമസ്. ഈ ഷോപ്പിൽ വേറെ കുറെ സ്വീറ്റ്സ് ഉണ്ടെങ്കിലും ഇവിടുത്തെ ഫേമസ് തിരുനെൽവേലി ഹൽവ തന്നെയാണ്. മധുരയിൽ നല്ല ചൂടുണ്ട്. ആ ചൂടൊന്നും മൈൻഡ് ചെയ്യാതെ ആ ചൂട് ഹൽവ കഴിക്കുന്ന അദ്ദേഹത്തിന് കണ്ടപ്പോൾ എനിക്കും കൊതിയായി ഹൽവ കഴിക്കാൻ. അങ്ങനെ ഞാനും ഒരു ഇലൈ ഹൽവ ഓർഡർ ചെയ്തു. ഇലൈ ഹൽവ എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു ഇലയിൽ ഒരു ഹൽവ നമുക്ക് കഴിക്കാൻ തരും. ഇതുപോലെ ഈ ഒരു ചെറിയ പീസ് വായിൽ വെച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഈ ഹൽവ ഇത്രയും ഫേമസ് എന്ന്. അത്രയ്ക്കും സോഫ്റ്റും അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുണ്ട്. ഇവിടുത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ വേറെ ലെവൽ. ഞാനിപ്പോൾ കഴിച്ച ഇലൈ ഹൽവയ്ക്ക് 20 രൂപയാണ് റേറ്റ് വരുന്നത്. നിങ്ങളിപ്പോൾ 1 കിലോ മേടിക്കുകയാണെങ്കിൽ അതിന് 360 രൂപയാണ് റേറ്റ്. രാവിലെ 5 മണി മുതൽ രാത്രി 11 മണി വരെയാണ് ഈ ഷോപ്പിൻ്റെ പ്രവർത്തന സമയം. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി റൈറ്റ് സൈഡ് തിരിഞ്ഞ ഉടനെ ഈ ഷോപ്പ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ മധുരയിൽ വരുന്നവർ തീർച്ചയായിട്ടും ഈ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി ആത്തൻകുടി ഗ്രാമത്തിലേക്ക്. തമിഴ്നാട്ടിലെ ശിവഗംഗ ജില്ലയിലാണ് ആത്തൻകുടി സ്ഥിതി ചെയ്യുന്നത്. മധുരയിൽ നിന്നും 90 കിലോമീറ്റർ ഉണ്ട്. ഏകദേശം 1.5 മണിക്കൂർ യാത്രയുണ്ട് അവിടേക്ക് എത്താൻ. ആത്തൻകുടി ടൈൽസ് എന്നറിയപ്പെടുന്ന ഹാൻഡ്മെയ്ഡ് ഫ്ലോർ ടൈലുകൾക്ക് ഈ ഗ്രാമം വളരെ ഫേമസ് ആണ്. ഈ ടൈൽസിന് ആത്തൻകുടി ടൈൽസ് അഥവാ ചെട്ടിനാട് ടൈൽസ് എന്നും വിളിക്കും. ആ ടൈലുകളൊക്കെ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് കാണാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ആത്തൻകുടിയിൽ കുറേ ടൈൽ ഫാക്ടറീസ് ഒക്കെ ഉണ്ട്, ചെറുതും വലുതും ഒക്കെ ആയിട്ട്. ഞാനിപ്പോൾ പോകുന്നത് ക്ലാസിക് ടൈൽസ് ഫാക്ടറി പറഞ്ഞൊരു ഫാക്ടറിയിലോട്ടാണ്. കുറച്ച് കാലം മുമ്പുള്ള നമ്മുടെ വീടുകളിൽ ബ്ലാക്ക് ഓക്സൈഡ് ഫ്ലോറുകളോ അല്ലെങ്കിൽ റെഡ് ഓക്സൈഡ് ഫ്ലോറുകളോ ഒക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഏതാണ്ട് അതേ ഐഡിയയിൽ തന്നെ വളരെ കാലങ്ങൾക്ക് മുമ്പ് ടൈൽസിൽ എക്സ്പെരിമെൻ്റ് ചെയ്ത് വിജയിച്ച ഒരു സ്ഥലമാണ് ആത്തൻകുടി. ആത്തൻകുടിയിലും ചെട്ടിനാടിലും ഉള്ള എല്ലാ വീടുകളും കൊട്ടാരം സമൂഹമുള്ള വീടുകളാണ്. ആ വീടുകളിൽ ഉപയോഗിച്ചിരുന്ന ടൈലുകൾ ആണ് ഇത്തരം ആത്തൻകുടി പോലുള്ള ടൈലുകൾ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഗ്രാമത്തിലെ ഭൂരിഭാഗം കുടുംബങ്ങളും ടൈൽ നിർമ്മാണ കല പഠിക്കുകയും ആത്തൻകുടിയിൽ സ്വന്തമായി ഒരു വ്യാപാര മുദ്ര സൃഷ്ടിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഇനി നമുക്ക് ഈ ടൈൽസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോയി കാണാം. ഈ ടൈലുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ആദ്യം ഒരു ഗ്ലാസ് പ്ലേറ്റ് വയ്ക്കും. അതിൻ്റെ മുകളിൽ ഒരു ഇരുമ്പ് ഫ്രെയിം വയ്ക്കും. ആ ഫ്രെയിമാണ് ടൈലിൻ്റെ സൈസ് നമുക്ക് കാണിച്ചു തരുന്നത്. അതിൻ്റെ മുകളിൽ ഒരു അച്ച് ഡിസൈൻ, അതായത് ഇരുമ്പിൻ്റെ പട്ട കൊണ്ട് നിർമ്മിച്ച ഒരു അച്ച് വയ്ക്കും. അതിൻ്റെ ഓരോ ചെറിയ ഡിസൈനുകളിൽ നല്ല സൂക്ഷിച്ച് വളരെ ശ്രദ്ധയോടെ കളറുകൾ കോരി ഒഴിച്ചിട്ടാണ് ഈ ടൈലുകൾ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ അതിൽ കളറുകൾ കോരി ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് മണൽ അരിച്ച് വിതരും. ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ കറക്റ്റായി ആ കളറുകൾ കോരി ഒഴിക്കുക എന്ന് പറയുന്നതാണ്. ആ കളറുകൾ ശ്രദ്ധിച്ചു വേണം ആ കള്ളികളിൽ ഒഴിക്കാൻ. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ കളർ മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഡിസൈൻ മൊത്തം മാറും. പിന്നെ ആ ടൈൽസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയില്ല. മണൽ അരച്ച് വിതറിയ ശേഷം അതിൻ്റെ മുകളിൽ സിമെൻറ്റും മണലും മിക്സ് ചെയ്തിട്ടുള്ള മിക്സ്ചർ അതിൻ്റെ മുകളിലിട്ട് വളരെ കൃത്യമായി ആ ഫ്രെയിമിൽ മൊത്തം എത്രയാണ് വേണ്ടത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വിടും. ഇതാണ് ഈ ടൈൽ നിർമ്മാണത്തിൻ്റെ മെയിൻ ഭാഗം എന്ന് പറയാം. ഇവരോട് ഞാൻ ചോദിച്ചു, ഒരു ദിവസം കൊണ്ട് നിങ്ങൾ എത്ര ടൈലുകളാണ് നിർമ്മിക്കുന്നതെന്ന്. അപ്പോൾ ഇവർ പറയാം, ഇവർ രണ്ടുപേരും കൂടി ഒരു ദിവസം 200-300 ടൈലുകളാണ് അത്ര നിർമ്മിക്കുന്നത്. പിന്നെ ഈ ടൈൽസിൻ്റെ ബേസിക് സൈസ് 8 ഇഞ്ചിക്ക് 8 ഇഞ്ച് ഡയമെൻഷനിലും 10 ഇഞ്ചിക്ക് 10 ഇഞ്ച് ഡയമെൻഷനിലും ആണ് വരാറ്. തിക്നെസ് വരുന്നത് ഏകദേശം 20 mm മുതൽ 1 ഇഞ്ച് വരെ ആണ്. പിന്നെ ഇത് ഹാൻഡ്മെയ്ഡ് ടൈൽസ് ആയതുകൊണ്ട് തന്നെ ഡയമെൻഷനുകളിൽ ചെറിയ വേരിയേഷൻ ഉണ്ടാവാൻ സാധ്യതകൾ ഉണ്ട്. പിന്നെ എല്ലാ ടൈലുകളിലും ഓരോന്നായി സിമെൻറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൊണ്ടുവന്ന് ഇവിടെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്. ആ ടാങ്കിൽ ഓരോ ടൈലുകളും ചെരിച്ച് വയ്ക്കും. എന്നിട്ട് ആ ടാങ്കിൽ വെള്ളം ഫുള്ള് നിറച്ച് വയ്ക്കും. 2-3 ദിവസം വരെ ഈ ടൈലുകൾ ഈ വെള്ളത്തിൽ മുക്കി വയ്ക്കും. സിമെൻറ്റും മണലും ഒക്കെ സെറ്റാവുന്നത് വേണ്ടിയാണ് 3 ദിവസം ടൈലുകൾ വെള്ളത്തിൽ മുക്കി വയ്ക്കുന്നത്. പിന്നീട് 3 ദിവസങ്ങൾക്ക് ശേഷം ഈ ടൈലുകളെല്ലാം എടുത്ത് വെയിലത്ത് 7-10 ദിവസം വരെ ഉണങ്ങാൻ വയ്ക്കും. പിന്നെ അത് ഉണങ്ങിയ ശേഷം ഗ്ലാസ് പ്ലേറ്റുകൾ, നമ്മൾ നേരത്തെ ആദ്യം നമ്മൾ ഗ്ലാസ് പ്ലേറ്റുകൾ വെച്ചില്ലേ, അത് ഓരോന്നായി എടുത്ത് മാറ്റും. ആ ഗ്ലാസ് പ്ലേറ്റ് മാറ്റിയപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും
ആ ടൈൽസിലെ ഷൈനിങ്. ആ ഗ്ലാസ് പ്ലേറ്റ്സ് താഴെ കൊടുക്കുന്നത് കൊണ്ടാണ് അത്രേ ഈ ടൈൽസിന് ഇത്രയും ഷൈനിങ് കിട്ടുന്നത്. ആത്തൻകുടിയിൽ കിട്ടുന്ന മണലും ഓക്സൈഡും ചേർത്തുള്ള മിക്സ്ചറാണ് അത്രേ ടൈലുകൾക്ക് പല കളറുകൾ കൊടുക്കാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതൊരു ഹാൻഡ് മെയ്ഡ് ടൈൽസ് ആയതുകൊണ്ട് തന്നെ വെർട്ടിഫൈഡ് ടൈൽസ് പോലെയോ സെറാമിക് ടൈൽസ് പോലെയോ റഫ്യൂസ് ചെയ്യാൻ പറ്റുകയില്ല. അതേപോലെ തന്നെ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന ഭാഗത്ത് ഈ ടൈലുകൾ ഉപയോഗിച്ചാൽ ലോങ് ലാസ്റ്റ് ചെയ്യില്ല, പെട്ടെന്ന് ഫേഡായി പോകും. ഈ ടൈലുകൾ നമ്മൾ എത്രത്തോളം വൃത്തിയായി സൂക്ഷിച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നു അത്രത്തോളം ഈ ടൈൽസിന് ഷൈനിങ് കൂടി വരും. അതാണ് ഈ ടൈൽസിന്റെ പ്രത്യേകത. ഒരു ടൈലിന് ഇവിടെ 30 രൂപയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. ഡിസൈൻ അനുസരിച്ച് റേറ്റിലും വ്യത്യാസം വരും. പിന്നെ ക്ലയൻസിന്റെ ആവശ്യം അനുസരിച്ച് ടൈൽസിന്റെ സൈസും ഡിസൈനും കസ്റ്റമൈസ് ചെയ്തും ഇവിടെ കൊടുക്കാറുണ്ട്. ഇവരുടെ കോൺടാക്ട് നമ്പറും ലൊക്കേഷനും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡീറ്റെയിൽ അറിയണമെങ്കിൽ ഇവരെ ബന്ധപ്പെടാം. അങ്ങനെ നമ്മൾ ആത്തൻകുടി ഹാൻഡ് മെയ്ഡ് ടൈൽസ് എങ്ങനെ ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ നേരെ വന്നിരിക്കുന്നത് ആത്തൻകുടി പാലസ് കാണാൻ വേണ്ടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു പാലസ് അല്ല, ഒരു വലിയൊരു വീടാണ്. ഈ വീട് 1 ഏക്കറിലാണ് കെട്ടിയിരിക്കുന്നത്. ഈ വീടിൻ്റെ പേര് ലക്ഷ്മി വിലാസ് എന്നാണ്. ചെരുപ്പുകളൊക്കെ വെളിയിൽ വിട്ടിട്ട് വേണം അകത്ത് കയറാൻ. പിന്നെ അകത്ത് കയറാൻ എൻട്രി ഫീ ഉണ്ട്, പെർ പേഴ്സൺ 50 റുപ്പീസാണ്. അതുപോലെ ക്യാമറയ്ക്ക് 100 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. പിന്നെ കുട്ടികൾക്ക് എൻട്രി ഫീ ഫ്രീ ആണ്. 1932-ൽ നാച്ചപ്പൻ ചെട്ടിയാർ എന്ന് പറയുന്ന അതീവ സമ്പന്നനും ബിസിനസ്സുകാരനും കൂടിയായിരുന്ന ചെട്ടിയാരാണ് ഈ വീട് കെട്ടിയത്. ആ സമയത്ത് ഈ വീട് അറിയപ്പെട്ടിരുന്നത് ലക്ഷ്മി വിലാസ് എന്നാണ്. ഈ വീടിന് ലക്ഷ്മി വിലാസ് എന്ന് പേര് വരാൻ കാരണം ഈ വീടിന്റെ ഓണറായ നാച്ചപ്പൻ ചെട്ടിയാരുടെ അമ്മയുടെയും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകളുടെ പേര് ലക്ഷ്മി എന്നായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഈ വീടിന് ലക്ഷ്മി വിലാസ് എന്ന് പേരിട്ടത് അത്രേ. ഈ വീട് കാണാൻ നല്ല വലിപ്പവും വലിയ കൊട്ടാരം പോലെ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ നാട്ടുകാർ ഇതിന് പെരിയ വീട് എന്ന് പേര് കൊടുത്തു. പെരിയ വീട് എന്ന് പറഞ്ഞാൽ വലിയ വീട് എന്നാണ് അർത്ഥം വരുന്നത്. ഇപ്പോൾ ഈ വീട് ആത്തൻകുടി പാലസ് എന്നാണ് അറിയപ്പെടുന്നത്. അകത്ത് കയറിയ ഉടനെ ആദ്യം നമ്മൾ കാണുന്നത് വലിയൊരു ഹോളാണ്. ഈ ഹാളിന് കല്യാണ കോട്ടകൈ എന്നാണ് പറയുന്നത്. ഈ ഒരു ഹാളിൽ വെച്ചാണ് അത്ര കല്യാണങ്ങളും ഫംഗ്ഷൻസും എല്ലാം നടത്തിക്കൊണ്ടിരുന്നത്. ഒരുപാട് ചരിത്ര സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഈ ഒരു ഹാളിൽ. അതായത് MS സുബ്ബലക്ഷ്മിയുടെ സംഗീത കച്ചേരി എല്ലാം ഇവിടെ നടന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. വേറൊരു സത്യം എന്താണെന്ന് വെച്ചാൽ എഞ്ചിനീയേഴ്സിന്റെയോ അല്ല ആർക്കിടെക്ട്സിന്റെയോ സഹായമില്ലാതെയാണ് ഈ വീട് കെട്ടിയിരിക്കുന്നത്. അതും തിരുനെൽവേലിയിൽ നിന്ന് 150 പണിക്കാരെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് 3 കൊല്ലം കൊണ്ടാണ് അത്ര ഈ വീട് കെട്ടി പൂർത്തിയാക്കിയത്. സാധാരണ പണിക്കാരായ മേസന്മാരും കാർപ്പൻറ്റർമാരും പെയിന്റർമാരും ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് അത്ര ഈ വീട് കെട്ടിയിരിക്കുന്നത്. ഈ വീട്ടിലെ 48 തൂണുകളും 64 റൂമുകളും പിന്നെ 600 ജനലുകളുമാണ് അത്ര ഉള്ളത്. പിന്നെ ഈ വീട് കെട്ടാൻ ഉപയോഗിച്ചിരിക്കുന്ന ഓരോരോ മെറ്റീരിയൽസും ഓരോരോ വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് അത്ര കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടുത്തെ ഡോർസും വിൻഡോസും എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ബർമയിൽ നിന്ന് കൊണ്ടുവന്ന ടീക്ക് വുഡ് കൊണ്ടാണ്. ഈ വീടിൻ്റെ മൊത്തം ഫ്ലോറിംഗ് ചെയ്തിരിക്കുന്നത് ഇറ്റാലിയൻ മാർബിൾ കൊണ്ടാണ്. പിന്നെ പില്ലേഴ്സ് കണ്ടില്ലേ വരാന്തയിലും ഹോളിയുമായിട്ട്, അത് എല്ലാം വുഡല്ല, ഇറ്റാലിയൻ ഗ്രാനൈറ്റ് ആണ്. ഇതെല്ലാം ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇറ്റാലിയിൽ നിന്നാണ്. അതുപോലെ തന്നെ ഈ വീടിൻ്റെ വിൻഡോസിൽ കൊടുത്തിരിക്കുന്ന ഗ്ലാസസ് ബെൽജിയത്തിൽ നിന്നും പിന്നെ ചുമരുകളിലും സീലിങ്ങുകളിലും കൊടുത്തിരിക്കുന്ന ടൈൽസ് ജപ്പാനിൽ നിന്നും കൊണ്ടുവന്നതാണെന്ന് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്ന് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് അത്ര ഈ വീട് കെട്ടിയിരിക്കുന്നത്. വീടിൻ്റെ 4ൽ 1 ഭാഗം മാത്രമാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വീടിന് 64 റൂംസ് ഉണ്ട്. ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും ഒക്കെ ആയിട്ട് 64 റൂംസ്, പിന്നെ കിച്ചൺ, പിന്നെ 3 ഡൈനിങ് ഹാളൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ എല്ലാം നമുക്ക് എൻട്രി അലൗഡ് അല്ല. അത് കാണാനും അലൗഡ് ആയിരുന്നെങ്കിൽ ഒരു ദിവസം മൊത്തം വേണം ഈ വീട് ചുറ്റി കാണാൻ. ഇതുപോലത്തെ വലിയ വലിയ അതിമനോഹരമായ വീടുകൾ അല്ല പാലസുകൾ എന്നതെന്ന് പറയാം കാണണമെങ്കിൽ ആത്തൻകുടി ചെട്ടിനാട് ഭാഗത്തേക്ക് വന്നാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ ചില വലിയ വീടുകളൊക്കെ ഹെറിറ്റേജ് വില്ലാസും റിസോർട്ട്സുമാക്കി കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് ഓൺലൈൻ ബുക്ക് ചെയ്ത് സ്റ്റേ ചെയ്യാനുള്ള സൗകര്യവും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ മധുരൈ കാഴ്ചകളും പിന്നെ ഇവിടുത്തെ ഫുഡ് വിശേഷങ്ങളുമായി കാണാം. ബൈ, ടേക്ക് കെയർ.